പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറയുമ്പോൾ ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ഒരാൾ ചോദിച്ചു പൈസ വേണമോ എന്ന്, അങ്ങനെ പൈസ കിട്ടി. ധ്യാനത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അപ്പോൾ പശുക്കൾ ഒരു പ്രോബ്ലമാണ്, പശുവിനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ പശുവിനെ ആരുടെ നിന്ന് വാങ്ങിച്ചുവോ അവർ തന്നെ ഓഫർ ചെയ്തു, പശുവിനെ ധ്യാനം കഴിയുന്നവർ അവർ നോക്കിക്കൊള്ളാമെന്ന് ഓഫർ ചെയ്തു. അങ്ങനെ ആ തടസ്സം മാറി. ഇങ്ങനെയുള്ള, അതുപോലെ മകൾക്ക് അഡ്മിഷൻ കിട്ടി. ഇതൊക്കെ കർത്താവിൻ്റെ പ്രവൃത്തികൾ തന്നെ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെ, കർത്താവ് നമ്മളെ വഴി നടത്തുന്നതിൻ്റെ അടയാളങ്ങൾ തന്നെ. പക്ഷേ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളാണ് ഉള്ളത്. അതിന് ഉതകുന്ന രീതിയിലുള്ള എന്ത് നമ്മൾ കർത്താവിനോട് ചോദിച്ചാലും അവ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് കർത്താവ് നമ്മളോട് ഇന്നത്തെ വചനങ്ങളിലൂടെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവ ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് എന്താണെന്നും കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച കാര്യം നടക്കാത്തതിൻ്റെ കാരണവും ഈ വചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യം: നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് തരും. ഇത് കർത്താവിൻ്റെ പ്രോമിസാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും. അപ്പോൾ അതിനൊരു പ്രീ റിക്വസിറ്റ് കർത്താവ് പറയുന്നു. വചനം 15-ൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ, അതായത് പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ ജഡിക താൽപ്പര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഈ ലോകം സത്യാത്മാവിനെ അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു,
നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ സകലവിധ ജഡിക മോഹങ്ങളിൽ നിന്നും നമ്മൾ വിമുക്തരാകണം. നമ്മുടെ പാപാവസ്ഥകളിൽ നിന്ന് നമ്മൾ വിമുക്തരാകണം. ദ്രവ്യാഗ്രഹം, പല വിധത്തിലുള്ള പാപാവസ്ഥകൾ, അന്യദേവന്മാരെ ആരാധിക്കൽ, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥ, അറിഞ്ഞും അറിയാതെയും വീണ്ടും വീണ്ടും പാപങ്ങളിലേക്ക് വീഴുന്ന ഒരു പാപാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണാനോ അനുഭവിക്കാനോ ഒക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ആദ്യം നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ശരിക്കും നമ്മൾ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ ഒരു ജീവിതം, വെളിച്ചത്തിൻ്റെ മക്കളായി, നമ്മളിൽ കളങ്കമൊന്നുമില്ലാതെ പൂർണ്ണമായി കർത്താവിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് മനസ്സിലാകും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വളരെ പോസിറ്റീവായിട്ട്, വളരെയധികം എഫേർട്ടൊന്നും എടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കർത്താവ് നമ്മളെ വഴി നടത്തുന്ന ഒരു അനുഭവം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. നമ്മളത് കണ്ട് ഒരു കുട്ടിയെപ്പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കണ്ട് നമ്മൾ തുള്ളിച്ചാടും. ഇപ്പം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് വിട്ടുകൊടുക്കുകയും, അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ജഡിക മോഹങ്ങളെ ക്രിസ്തുവിനെ പ്രതി തളയ്ക്കുകയും, വചനം വായിക്കുകയും, വചനാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പരിശുദ്ധാരൂപിയാൽ നിറയും. പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കും. എന്തെന്നില്ലാത്ത ശക്തിയും സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കും. ആ ഒരവസ്ഥയിൽ നമ്മൾ കർത്താവിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ, അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ കർത്താവിനോട് ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ, പലപ്പോഴും ചോദിക്കാതെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ തൊഴുത്തിലെ ഒരു കാളക്കുട്ടിയെപ്പോലെ നമ്മൾ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് ആനന്ദത്തിൽ തുള്ളിച്ചാടും. ഈ ഒരു തുറവിയിലേക്ക് ആദ്യം സകല പാപങ്ങളെയും വെറുത്ത് ഉപേക്ഷിക്കുക. ഇറ്റ് മേ നോട്ട് ബി ഈസി. ഒത്തിരി സ്ട്രഗിൾ ഉണ്ടാവും. പല പാപങ്ങളെയും വെറുത്ത് ഉപേക്ഷിക്കാൻ. നമ്മളത് ഉപേക്ഷിക്കും, പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. വീണ്ടും എളിമയോടെ 700 പ്രാവശ്യം നമ്മൾ കുമ്പസാരക്കൂടിനെ സമീപിക്കും. നമ്മൾ എളിമപ്പെടും. അപ്പോൾ കർത്താവ് ഒരു ദിവസം അവൻ്റെ സമയത്ത് നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധാരൂപിയാൽ നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധാരൂപി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വക ജഡിക താല്പര്യങ്ങളോട് വിരക്തി തോന്നുകയും, അതിനേക്കാളും എല്ലാം യഥാർത്ഥ സന്തോഷം നൽകുന്ന
ഒരു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തെ നമ്മൾ സന്തോഷത്തോടെ മുറുകെ പിടിക്കുകയും നിധി കണ്ടവനെ പോലെ നമ്മൾ മുന്നോട്ട് പോവുകയും ആ ഒരു അവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതും അതിനപ്പുറവും കർത്താവ് നൽകുകയും പലപ്പോഴും നമുക്ക് എന്താണ് ആവശ്യമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് കർത്താവ് നമ്മളൊന്നും ചോദിക്കാത്ത അവസ്ഥയിൽ പോലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ, സന്തോഷം, സമാധാനം, ഐശ്വര്യം എല്ലാം വാരി വിതറുന്നത് നമ്മൾ കാണും. അപ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ അത്ഭുത പ്രവൃത്തികളെ ചൊല്ലി തുള്ളിച്ചാടി നമ്മൾ ഈ സദ്വാർത്ത മറ്റുള്ളവരിലേക്കും നമ്മൾ പകർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു തുറവിയിലേക്ക് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. പ്രൊവൈഡഡ് നിങ്ങളിൽ പാപമില്ലെങ്കിൽ, നിങ്ങൾ പശ്ചാത്തപിച്ച് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വന്ന് പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ അവസ്ഥകളിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും അതിനപ്പുറവും സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കും. ദൈവം നമ്മളെല്ലാവരെയും ഈ ഒരു അനുഭവത്തിലേക്ക് വിളിക്കുന്നു. പ്ലീസ് ട്രൈ. ദൈവത്തിൻ്റെ വിളി നമുക്ക് കേൾക്കാം. ദൈവത്തിലേക്ക് തിരിയാം. അവൻ നമ്മെ വഴി നടത്തട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.